വെറുതെ ഉണ്ടാക്കി പിന്നെ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറിപ്പെടുന്ന ഫുഡ് ഉണ്ടാവില്ല എല്ലാവർക്കും. എനിക്ക് അതുപോലെയാണ് കേട്ടോ ഇത്. ലെമൺ റൈസും ചിക്കനും തൈരും അച്ചാറും. 10th വരെ ഉച്ചയ്ക്ക് വിടുന്ന സ്കൂളിൽ പഠിച്ചതും കൊണ്ട് എനിക്കങ്ങനെ വല്ലാതെ ലഞ്ച് ബോക്സ് മെമ്മറീസ് ഇല്ല കേട്ടോ. പിന്നെ ഉള്ളത് ആർട്സിനും സ്പോർട്സിനും മാത്രം കിട്ടുന്ന ചാൻസ് ആയതുകൊണ്ട് അന്ന് എല്ലാവരും വെറൈറ്റി ഫുഡൊക്കെ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും ലെമൺ റൈസ് കൊണ്ടുവരലുണ്ടായിരുന്നു. ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ബിരിയാണിയാണെന്ന്, പക്ഷേ അല്ല. അപ്പോൾ അങ്ങനെ മനസ്സ് കയറിയതാട്ടോ ഈ ഒരു ലെമൺ റൈസ്. അപ്പോൾ നമുക്കിന്ന് ലെമൺ റൈസും കുഞ്ഞുള്ളി ചിക്കനും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതിന് ശേഷം അത്യാവശ്യം കുഞ്ഞുള്ളി ചെറുതായി കട്ട് ചെയ്ത് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ടി വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി മുളക് വേപ്പിൻ്റെ ഇല പിന്നെ ഒരു തക്കാളിയും കുഞ്ഞേതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ചിക്കനും കൂടെ അതിൽ ചേർത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ നമ്മൾ കുഞ്ഞുള്ളി ചിക്കൻ റെഡി. ഇതാരും എണ്ണയിലൊന്നും ഇങ്ങനെ വഴണ്ട് വരുമ്പോൾ ഒരു ഭയങ്കര അടിപൊളി സ്മെല്ല് വരാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലെമൺ റൈസ് റെഡിയാക്കാം. എണ്ണയിലേക്ക് ആദ്യം കുറച്ച് കടുക് പൊട്ടിക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കടലയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കുക. പിന്നെ കുറച്ച് പരിപ്പും ഉഴുന്നിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വറ്റൽമുളകും നമ്മുടെ നോർമൽ മുളക് പൊടിയും വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് മിക്സ് ചെയ്താൽ നമ്മുടെ ലെമൺ റൈസും റെഡി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കല്ലേ?